കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ യേശുവിന്റെ ദൈവരാജ്യം ലോകത്ത് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നടപ്പാക്കുവാൻ യാതൊരുവിധ തടസ്സങ്ങളും നിലനിൽക്കുന്നില്ല. 10 20 വ്യക്തികളോ കുടുംബങ്ങളോ ഏകമനസ്സോടെയും ഏകവിശ്വാസത്തോടെയും ഒത്തുചേർന്നു ജീവിക്കാൻ തുടങ്ങിയാൽ അവിടെ ഒരു കമ്മ്യൂൺ രൂപപ്പെടുകയായി. മുൻപ് അങ്ങനെ സംഭവിച്ചിരുന്നു. മുൻപ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്തുമതം പിറവിയെടുക്കുന്നതിനു മുൻപ്, അതായത് AD 3-ാം നൂറ്റാണ്ടിനു മുൻപ്. എന്നാൽ ഇന്ന് അങ്ങനെ സംഭവിക്കുന്നില്ല. അങ്ങനെ സംഭവിക്കാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല. ക്രിസ്തുവിന്റെ പേരിൽ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നവരെല്ലാം നല്ല ഉറക്കത്തിലാണ്, ഗാഠനിദ്രയിലാണ്. ഉറക്കത്തിൽ നമുക്കു ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നാമാരും ബോധവാന്മാരല്ല. എന്നാൽ ഉണർന്നിരിക്കുമ്പോൾ എന്താണ് സ്ഥിതി? വല്ല വ്യത്യാസവുമുണ്ടോ? ഏറെ പഠനങ്ങൾ നടന്നിരിക്കുന്ന വിഷയമാണ്. ഉണർന്നിരിക്കുമ്പോൾ പോലും നമ്മിലേക്കെത്തുന്ന സന്ദേശങ്ങളുടെ 98% അകത്തേക്ക് പ്രവേശിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. 98% സന്ദേശങ്ങളും പുറത്ത് തടയപ്പെടുന്നു. വെറും 2% സന്ദേശങ്ങൾ മാത്രമാണ് സ്വീകരിക്കപ്പെടുന്നത്. ആ 2% പോലും നമ്മുടെ മനസ്സ് നമ്മുടേതായ രീതിയിൽ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നു. ഞാൻ ഒന്ന് പറയുന്നു, നിങ്ങൾ മറ്റൊന്ന് കേൾക്കുന്നു. ഞാൻ പറയുന്ന കാര്യം വേറെ, നിങ്ങളാകട്ടെ നിങ്ങളുടെ ഉറക്കത്തെ ശല്യപ്പെടുത്താത്ത വിധത്തിൽ അതിനെ മറ്റൊന്നായി വ്യാഖ്യാനിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ഉടനടി നിങ്ങളുടേതായ ഒരു വ്യാഖ്യാനം അതിന് നൽകുന്നു. ഈ കാരണം ഒന്നുകൊണ്ട് മാത്രമാണ് യേശുവിനെ സഭകൾക്ക് എന്നേക്കുമായി നഷ്ടമായത്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നു, ഞാനും പിതാവും രണ്ടല്ല ഒന്നാകുന്നു എന്ന് യേശു പറയുന്നു. സഭ ഉടനടി മേൽപ്പറഞ്ഞ വാക്യങ്ങൾക്ക് ഒരു വ്യാഖ്യാനം ചമയ്ക്കുന്നു. പിതാവ് വേറെ, പുത്രൻ വേറെ. ദൈവത്തിന് ഏകജാതനായ ഒരേയൊരു പുത്രൻ മാത്രമേയുള്ളൂ. അതാണ് യേശു. ദൈവത്തിന് വേറെ പുത്രന്മാരുണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും സ്വത്തു തർക്കത്തിന് വന്നാൽ സഭ അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ഈ ഏകപുത്രന്റെ ഇരിപ്പിടം സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തായിട്ടാണ് ഒരുക്കിയിരിക്കുന്നതെന്നും സഭക്കറിയാം. അപ്പോൾ യേശു പറയുന്നതുപോലെ പിതാവും പുത്രനും ഒന്നല്ല, സ്വർഗത്തിൽ പോലും രണ്ടാണെന്ന് സഭ ഉറപ്പിക്കുന്നു. ഭൂമിയിൽ രണ്ടായ പിതാവും പുത്രനും സ്വർഗത്തിലും 2 സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതായി സഭ പഠിപ്പിക്കുന്നു. യുക്തിയുടെ ഏഴേലത്തു പോലും സഭ എത്തുന്നില്ല. അല്ലെങ്കിൽ തന്നെ വിശ്വാസത്തിന് എന്ത് യുക്തി? പിതാവായ പരമാത്മാവും പുത്രനായ ജീവാത്മാവും ഒന്നാണെന്ന് ഒരു ഹിന്ദുവിനോട് പറഞ്ഞാൽ അവനത് മനസ്സിലാകും. എന്നാൽ റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ AD 300-കളിൽ സൃഷ്ടിച്ചെടുത്ത ഇന്നത്തെ ക്രിസ്തീയ സഭയ്ക്ക് അത് മനസ്സിലാകുന്നില്ല. ഒരു ഹിന്ദുവിൻ യേശുവിനെ മനസ്സിലാകും. എന്നാൽ ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും യേശുവിനെ മനസ്സിലാവുകയില്ല. യേശു അവബോധത്തോടെ സംസാരിക്കുന്നു. എന്നാൽ സഭയ്ക്ക് യോജിക്കുന്ന വിധത്തിൽ അതിനൊരു വ്യാഖ്യാനം ചമയ്ക്കുന്നു. ജീവനുള്ള യേശു സഭയ്ക്ക് യോജിച്ചവൻ അല്ല. അദ്ദേഹം സഭയുടെ ഉറക്കത്തെ അലോരസപ്പെടുത്തുന്നു. ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുന്നവരെ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് യേശു സഭയുടെ വ്യാഖ്യാനങ്ങളെ വീണ്ടും തകർക്കുന്നു. ദൈവത്തിന് ഒരു പുത്രൻ മാത്രമല്ല ഉള്ളത്, പുത്രന്മാർ ആണ് ഉള്ളത്. അസംഖ്യം പുത്രന്മാർ. ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണെന്ന് യേശു പറയുന്നു. ഈ വാക്കുകൾ സഭയുടെ മനസ്സമാധാനം കെടുത്തുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു പറയുന്നത് സഭ അംഗീകരിച്ചാൽ ബുദ്ധനും ഗാന്ധിയും ശ്രീനാരായണ ഗുരുവുമെല്ലാം ദൈവപുത്രന്മാരായി മാറും. എന്നാൽ സഭ പറയുന്നു, അതു സാധ്യമല്ല, ഞങ്ങൾ അനുവദിക്കില്ല. ദൈവത്തിന് ഒരേയൊരു പുത്രൻ മാത്രമേ ഉള്ളൂ. കാര്യം, ഇവരൊക്കെ നല്ലവരും സമാധാനത്തിനു വേണ്ടി പ്രവർത്തിച്ചവരും ഒക്കെ തന്നെ ആയിരിക്കാം. എന്നാൽ അവരൊന്നും സഭയുടെ കണക്കിൽ പെട്ടിട്ടില്ല. മാമോദീസ ഏൽക്കാത്തവരാരും സഭയുടെ കണക്കിൽ പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ കണക്കിലും പെടുന്നില്ല. അതിനാൽ ഇവർക്കൊന്നും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള അടിസ്ഥാന യോഗ്യത പോലും ഇല്ലാത്തവരാണ്. ക്ഷമിക്കണം, ഞങ്ങൾ എന്തു ചെയ്യാനാണ്? ഞങ്ങൾക്ക് ഇവരെയൊക്കെ രക്ഷിക്കണമെന്നുണ്ട്, സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കണമെന്നുമുണ്ട്. പക്ഷേ എന്തു ചെയ്യാനാണ്? ഒരു വഴിയുമില്ല. സഭയ്ക്ക് കൈപ്പിടിയിലൊതുക്കാൻ കഴിഞ്ഞത് യേശുവിനെ മാത്രമാണ്. അതിനാൽ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുന്ന സകല ദൈവപുത്രന്മാരെയും സഭ നിരുപാധികം തിരസ്കരിക്കുന്നു. സ്നാപക യോഹന്നാൻ എലിയാവിന്റെ പുനർജന്മം ആണെന്ന് യേശു പറയുന്നു. ഒരു ഹിന്ദുവിനും ബുദ്ധജൈനമത വിശ്വാസികൾക്കും കാര്യം മനസ്സിലാവും.
എന്നാൽ പുനർജന്മ സിദ്ധാന്തം സഭയ്ക്ക് അരോചകമായതിനാൽ സഭ ആ ഭാഗം വിഴുങ്ങുന്നു. ഓരോ സഭയും യേശുവിന്റെ മതത്തിന് എതിരാണ്. കാരണം യേശുവിന്റെ മതം സ്വാതന്ത്ര്യമാകുന്നു. യേശു നമുക്ക് സ്വാതന്ത്ര്യം നൽകുവാനാണ് ശ്രമിക്കുന്നത്. ചിറകുകൾ നൽകുവാനാണ് പരിശ്രമിക്കുന്നത്. എന്നാൽ യേശുവിനു ശേഷം യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഈ സഭകൾ ഇടയിൽ കയറി വന്ന് എല്ലാത്തിനെയും തകിടം മറിക്കുന്നത്? അങ്ങനെ സംഭവിക്കാനുള്ള കാരണം ഇതാണ്. യേശു ജീവിച്ചതും ഇന്നത്തെ ക്രിസ്ത്യാനികൾ ജീവിക്കുന്നതും രണ്ടു വ്യത്യസ്ത തലങ്ങളിലാണ്. യേശുവിൻ്റേത് അവബോധത്തിന്റെ തലമാണ്, അനുയായികളുടേത് നിദ്രയുടെ തലവും. അവർ എന്തു കേട്ടാലും അത് വ്യാഖ്യാനിക്കുന്നത് അവരുടെ സ്വന്തമായ സ്വപ്നതലങ്ങളിലൂടെ മാത്രമാണ്. സ്നേഹത്തിന്റെയും അഹിംസയുടെയും അടിത്തറയിൽ ഉറപ്പിച്ച ഒരു നവീനമതം യേശു ലോകത്തിന് നൽകിയെങ്കിലും ഗാഠനിദ്രയിൽ കഴിയുന്ന ഇന്നത്തെ അനുയായികൾ അതിനെ അവരുടെ സ്വപ്നതലത്തിലുള്ള അവർക്കിഷ്ടപ്പെട്ട മറ്റൊരു സഭയാക്കി മാറ്റുകയാണുണ്ടായത്. പിശാചിനെക്കുറിച്ച് ഒരു കഥയുണ്ട്. ഒരിക്കൽ പിശാച് വളരെ ദുഃഖിതനായി ഒരു മരച്ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി യാതൊരു പാപവും ചെയ്തിട്ടില്ലാത്ത പുണ്യവാളനായ ഒരു മനുഷ്യൻ നടന്നു വന്നു. സാധുവായ ആ മനുഷ്യൻ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് പിശാച് ആണെന്ന് അറിഞ്ഞിട്ടുപോലും അയാളോട് ഒരു കുശലം ചോദിക്കാൻ മറന്നില്ല. ഹലോ ശ്രീമാൻ പിശാചേ, വന്ദനം. താങ്കൾക്കു സുഖം തന്നെയല്ലേ? ഈ വൃക്ഷത്തിന്റെ തണലിൽ ഇരുന്ന് അല്പനേരം വിശ്രമിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് താങ്കൾ ഒരിക്കലും വിശ്രമിക്കുന്നില്ലെന്നാണ്. താങ്കൾ എപ്പോഴും എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. താങ്കൾക്കും വിശ്രമം ആവശ്യമാണോ? പിശാച് തലയുയർത്തി. അയാൾ ശരിക്കും ഇച്ഛാഭംഗത്തിലായിരുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ടവനെ പോലെ അയാൾ സംസാരിച്ചു തുടങ്ങി. സുഹൃത്തെ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ വിശ്രമിക്കുകയല്ല. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ പണിയൊന്നുമില്ല. ഞാൻ ഒരു തൊഴിൽ രഹിതൻ ആണ്. എന്റെ ജോലിയെല്ലാം ഇപ്പോൾ പുരോഹിതന്മാർ ഏറ്റെടുത്തിരിക്കുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ഞാൻ ആലോചിക്കുകയാണ്. ഈ പുരോഹിതന്മാർ എന്റെ ചിന്തകളെ അത്രമാത്രം മറികടന്നിരിക്കുന്നു. പിശാച് പറഞ്ഞത് ശരിയാണ്. പുരോഹിതന്മാർ പിശാചിനെ പോലും മറികടന്നിരിക്കുന്നു. അവർ സ്വാതന്ത്ര്യത്തെ തടവറയാക്കി മാറ്റിയിരിക്കുന്നു. അവബോധത്തിന്റെ തലത്തിലുള്ള എല്ലാത്തിനെയും അവർ നിദ്രയുടെ തലത്തിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നു. മഹാപുരോഹിതനായിരുന്ന കയ്യഫാസിന്റെ ജെറുസലേം ദേവാലയത്തിലെ കച്ചവട കേന്ദ്രങ്ങൾ അടിച്ചുതകർത്തതിന്റെ പേരിൽ രക്തസാക്ഷി ആകേണ്ടി വന്ന യേശുവിന്റെ പേരിൽ ഇന്നു സഭകൾ നടത്തുന്ന കച്ചവട കേന്ദ്രങ്ങൾ എത്രയോ മടങ്ങ് വികസിച്ചിരിക്കുന്നു. വിശ്വാസികൾ ഓർമ്മിക്കുക, യേശുവിന്റെ സമരം രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയോ ഭരണവർഗത്തിനെതിരെയോ ആയിരുന്നില്ല. പ്രത്യുത പുരോഹിത ശ്രേഷ്ഠന്മാർക്കെതിരെ ആയിരുന്നു. അവരെക്കുറിച്ച് യേശു പറഞ്ഞു, അവർ തങ്ങളുടെ പ്രവൃത്തികൾ എല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത്. അവർ തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങലും വലുതാക്കുന്നു. അത്താഴത്തിൽ പ്രധാന സ്ഥലവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു. അന്നത്തെ പുരോഹിത ശ്രേഷ്ഠന്മാരെക്കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ആണ്. എന്നാൽ ആ വാക്കുകൾ ഏറെ ചേരുന്നത് ഇന്നത്തെ മഹാഭൂരിപക്ഷം പുരോഹിതന്മാർക്കുമല്ലേ എന്ന് എല്ലാ ക്രിസ്ത്യാനികളും ആലോചിക്കുന്നത് നല്ലതാണ്. ക്രിസ്തു വിരുദ്ധരായ കയ്യഫാമാരും കയ്യാളുകളുമെല്ലാം ക്രിസ്ത്യാനികളുടെ മഹാപുരോഹിതന്മാരായി പുനർജനിച്ചു കഴിഞ്ഞു. അവർ യേശുവിന്റെ പേര് പറയുകയും അവരുടെ സ്വന്തം പുണ്യാളന്മാരുടെ പേരിൽ ദേവാലയങ്ങൾ പണിയുകയും അവയെല്ലാം വലിയ വലിയ കച്ചവട കേന്ദ്രങ്ങൾ ആക്കി മാറ്റുകയും ചെയ്യുന്നു. അവർ പളപളപ്പുള്ള വർണ്ണവസ്ത്രങ്ങൾ അണിഞ്ഞ് സ്വർണ്ണ കുരിശുമാലകൾ അണിഞ്ഞ് സ്വർണം പൂശിയ അഹങ്കാരത്തിന്റെ അധികാരവടികളുമായി കുഞ്ഞാടുകളെ നരകവാതിലിനരികിലേക്ക് ആട്ടിത്തെളിക്കുന്നു. അവർ രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു. യേശുവിന്റെ വാക്കുകളെ അവർ വളച്ചൊടിക്കുന്നു. അവർക്കിഷ്ടമുള്ളത് ചെയ്യാനായി അവർ പുതിയ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്നു. കൂടാതെ അവരെ എതിർക്കുന്നവരെ അവർ ഏതുവിധേനയും തകർക്കുന്നു. ഇന്ന് അഭിനവ കയ്യഫാമാരും കയ്യാളുകളുമെല്ലാം കൂട്ടുചേർന്ന് സാക്ഷാൽ ശ്രീമാൻ പിശാചിനെ പോലും കടത്തിവെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. വിശ്വാസികൾ തിരിച്ചറിയുക, ഇവർ സഭകളെ നയിക്കുന്ന കുരുടന്മാരായ വഴികാട്ടികൾ മാത്രമാണ്. യേശുക്രിസ്തുവിന്റെ കുരിശിലേറ്റപ്പെട്ട രൂപത്തെ ഒരു ട്രേഡ് മാർക്ക് ആയി കച്ചവടം നടത്തുന്ന മ്ലേച്ഛന്മാർ. ഇനിയൊരിക്കലും മനുഷ്യപുത്രൻ ചാട്ടവാറുമേന്തി കുതിച്ചു വരികയില്ലെന്ന് അവർക്കെല്ലാം നല്ല ബോധ്യമുണ്ട്.
ഇനി അഥവാ വന്നാൽ തന്നെ 30 മുക്കോടി പുണ്യാളന്മാരെയും വാഴ്ത്തപ്പെട്ടവരെയും നിരത്തി നിർത്തി മനുഷ്യപുത്രനെ പ്രതിരോധിക്കാൻ അവർ തയ്യാറെടുത്തു കഴിഞ്ഞു. ഓർമ്മിക്കുക, യേശുവിനേക്കാൾ ശക്തരായ പുണ്യാളന്മാർ ഇന്ന് ഇവരുടെയൊക്കെ കൈവശമുണ്ട്. നിദ്രയിലാണ്ടിരുന്ന സഭകളെല്ലാം തന്നെ ഇന്ന് പൂർണ്ണമായോ ഭാഗികമായോ മരണത്തെ പുൽകിക്കഴിഞ്ഞു. എന്നിട്ടും മരിച്ചവരായ ഇവർ മരിച്ചവർക്കു വേണ്ടി മുഴക്കുന്ന പള്ളിമണികൾ നമുക്ക് ചുറ്റും കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. Thank you for watching. Stay tuned for the next episode. Goodbye.